PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചും അതുപോലെ LPG സിലിണ്ടറുകളുടെ വിതരണത്തിലുള്ള പ്രതിസന്ധി, അതുപോലെ തന്നെ കലാപ്രവർത്തകരുടെ ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിതരണത്തിലും പ്രതിസന്ധി. പല ഏജൻസികളും ബുക്കിംഗ് സ്വീകരിക്കുന്ന ഫോൺ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി. ബുക്കിംഗ് സ്വീകരിച്ച ഏജൻസികൾ 1.5 ആഴ്ചയിലേറെയായിട്ടും സിലിണ്ടർ വിതരണം ചെയ്തില്ലെന്ന പരാതികളും വ്യാപകം. കൂട്ട ബുക്കിംഗ് ശ്രമങ്ങൾ കാരണം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പലപ്പോഴും തകരാറിലാണ്. പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം നേരിടാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ക്ഷാമം തടയാൻ മുൻഗണനാക്രമം നിശ്ചയിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടും. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണത്തെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി കിസാൻ യോജനയുമായി ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് കർഷകരുടെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കും. പദ്ധതിയുടെ 22ാം ഗഡു ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി പുറത്തിറക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആസാമിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ 9 കോടിയിലധികം യോഗ്യരായ കർഷകർക്ക് 22ാം ഗഡുവിന്റെ വിതരണം നടത്തും. ഇതിനായി ഏകദേശം 18,640 കോടി രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റും. തുക ലഭിക്കാത്തവർ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലൂടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തുക ലഭിക്കുമോ എന്നറിയാൻ PM കിസാൻ സമ്മാൻ നിധിയുടെ ബെനിഫിഷ്യറി ലിസ്റ്റും ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ കലാപ്രവർത്തകർക്ക് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് വഴി നൽകിവരുന്ന വിവിധ ധനസഹായങ്ങൾ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. നിലവിൽ നൽകിവരുന്ന സൂപ്പറാന്വേഷൻ പെൻഷൻ 4,000 രൂപയിൽ നിന്ന് 5,000 രൂപയാക്കി ഉയർത്തി. 2016 1000 രൂപ മാത്രമായിരുന്ന പെൻഷൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 3 ഘട്ടങ്ങളിലായാണ് 4,000 രൂപയിൽ എത്തിച്ചത്. ഈ തുകയാണ് ഇപ്പോൾ 5,000 രൂപയായി വർദ്ധിപ്പിച്ചത്. കൂടാതെ കുടുംബ പെൻഷനും അവശതാ പെൻഷനും 1,100 രൂപയിൽ നിന്ന് 1,600 രൂപയാക്കി. 2016 750 രൂപയായിരുന്ന കുടുംബ പെൻഷനാണ് ഇപ്പോൾ 1,600 രൂപയായി വർദ്ധിപ്പിച്ചത്. കലാപ്രവർത്തകരുടെ ചികിത്സാ ധനസഹായ പദ്ധതിയിൽ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ആജീവനാന്ത ചികിത്സാ സഹായം 1.5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. മുമ്പ് ഒരു തവണ മാത്രമായി ലഭിച്ചിരുന്ന ഈ സഹായം ഇനി മുതൽ ഓരോ 3 വർഷം കൂടുമ്പോഴും ലഭ്യമാക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതോടെ മാരക രോഗങ്ങൾ പിടിപെട്ടവർക്ക് 2 ലക്ഷം രൂപ വരെ ആവർത്തന ധനസഹായമായി ലഭിക്കും. 2016 വെറും 75,000 രൂപയായിരുന്ന ചികിത്സാ സഹായമാണ് ഈ സർക്കാർ 2 ലക്ഷം രൂപയായി ഉയർത്തിയത്. മറ്റ് ആനുകൂല്യങ്ങളിലും വലിയ വർധനവ് വരുത്തിയിട്ടുണ്ട്. വിവാഹ ധനസഹായം 25,000 രൂപയിൽ നിന്ന് 50,000 രൂപയായും മരണാനന്തര ധനസഹായം 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായും വർദ്ധിപ്പിച്ചു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.